മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം. കടലാർ ഈസ്റ്റ് ഡിവിഷനിൽ മേയാൻ വിട്ട പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നു. പാൽദുരയുടെ പശുവാണ് ചത്തത്. പ്രദേശത്ത് കടുവയെ നേരിട്ട് കണ്ടതായി നാട്ടുകാർ പറയുന്നു. സുബിൻ തോമസ് ഉണ്ട് വിവരങ്ങളുമായി. സുബിൻ, ഇടുക്കിയിൽ വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം ഉണ്ടായെങ്കിൽ പോലും വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നോ സർക്കാരിന്റെ ഭാഗത്ത് നിന്നോ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇത്, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഈ കടലാർ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് ഡിവിഷൻ കേന്ദ്രീകരിച്ച് മുമ്പും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതാണ്. ഒന്നിൽ കൂടുതൽ കടുവകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നതാണ്. എങ്കിൽ പോലും കൃത്യമായ ഒരു നിരീക്ഷണം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. തുടർച്ചയായി ഈ മേഖല കേന്ദ്രീകരിച്ച് ഈ എസ്റ്റേറ്റിൽ മേയാൻ വിടുന്ന പശുക്കളെ കടുവ ആക്രമിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഇന്നലെയും ഈ ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഈ കടലാർ ഈസ്റ്റ് ഡിവിഷൻ എസ്റ്റേറ്റിൽ മേയാൻ വിട്ട പശുവിനെ കടുവ ആക്രമിച്ച് കൊല്ലുകയായിരുന്നു. പാൽദുര എന്നയാളുടെ പശുവാണ് ചത്തത്. ഈ പ്രദേശത്തെ കടുവയെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നേരിട്ട് കണ്ടതായും നാട്ടുകാർ പറയുന്നു. ഇത്തരത്തിൽ ഈ കടുവയെ നേരിട്ട് കണ്ട വിവരങ്ങളെല്ലാം തന്നെ വനംവകുപ്പിനെ അറിയിച്ചിട്ടും കൃത്യമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്നത്. നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. ശരി, വിശദാംശങ്ങളുമായി ചേർന്നത് സുബിൻ തോമസ്.